20 കൊല്ലമായി പൂർത്തിയായി പഠനം കഴിഞ്ഞ് ശിക്ഷണം കഴിഞ്ഞ് 20 കൊല്ലമായി ശിക്ഷണയും കൊണ്ടുപോയി ഹബീബായ മുസ്തഫ റസൂലുള്ളാഹി റഹ്മയുടെ പുറത്ത് നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സലാം പറയുന്നു പറഞ്ഞേ സലാമാണ് പറഞ്ഞു. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹിയിൽ നിന്ന് തിരിച്ച് വഅലൈക്കസ്സലാം യാ ഖുതുബൽ ആലം, ലോകത്തിന് ഖുതുബായി അല്ലാഹു നിശ്ചയിച്ചവനെ നിനക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടായിരിക്കട്ടെ എന്ന് 600 കൊല്ലം ശേഷം ഉറക്കെ റസൂലുള്ളാഹിയിൽ നിന്ന് സലാം മടക്കി. ആര്? പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു ഇനി പണി പൂർത്തി, ഞാൻ എടുത്ത പണി പൂർത്തി, ഇനി നിനക്ക് എന്റെ പണി, എനിക്ക് എന്റെ സമയം കഴിഞ്ഞു, എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് അല്ലാഹുവിലേക്ക് മടങ്ങി പോകാനുള്ള നേരമായി, ഇനി ജനങ്ങളെ നേരായ വഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. പിന്നെ ഉസ്താദും ശിഷ്യനും തമ്മിൽ വിട്ടു പിരിഞ്ഞ്. ബഹുമാനപ്പെട്ട മഹാനായ ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു മുത്തുമഹങ്ങൾ ചിന്തിക്കണം. 20 കൊല്ലം കഠിനാധ്വാനം ചെയ്ത് അൽ ഹസൻ സഞ്ചരി ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു പരസ്യമായി അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് റസൂൽ സലാം അടക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തി കൊടുത്ത് ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തന്റെ കയ്യിലുള്ള തന്റെ ശൈഖമാർ പതപ്പിച്ച പുതപ്പ് പതപ്പിച്ചു കൊടുത്ത് ബഹുമാനപ്പെട്ട ഔദുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ചിന്തിക്കുകയും അവരുടെ പെങ്ങളെ മകനായി ബഹുമാനപ്പെട്ട മഹാനായ ഖാജ ജനിച്ചു. ഔദുൽ ആലമിന്റെ പെങ്ങളെ മകനാണ് ബഹുമാനപ്പെട്ട ഖാജ. അടിസ്ഥാനപരമായി സഞ്ചറികാരനാണ്. മധ്യേഷ്യയിലെ സെഞ്ചറി എന്ന നാട്ടുകാരനാണ് മഹാനായ ഖാജ. ചിന്തിക്കണം, മൗലാന ഗിയാസുദ്ദീന്റെ പുത്രനാണ് ബഹുമാനപ്പെട്ട ഖാജ. ബാപ്പ വലിയ സാഹിദായിരുന്നു. ചിന്തിക്കണം, ഒക്കെ ഒന്നാണ്, എന്തൊക്കെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒരു ബഗയിലെ പെങ്ങളാണ്, ഔദുൽ ആലമിന്റെ ബഗയിലെ പെങ്ങളാണ്. ഒക്കെ പ്രകാശമാണ്. ഔദുൽ ആലം ഒരു പ്രകാശമാണ്, ബഹുമാനപ്പെട്ട ഖാജ വേറൊരു പ്രകാശമാണ്. താർത്താരിയുടെ ആക്രമണം മധ്യേഷ്യയിൽ നടക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്ത് തന്റെ പ്രകാശം സംരക്ഷിക്കാൻ വേണ്ടി, തന്റെ കൈയുള്ള പ്രകാശം സംരക്ഷിക്കാൻ വേണ്ടി ആ കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. വലിയ കുഴപ്പം അന്ന് മധ്യേഷ്യയിൽ നടക്കുന്ന കാലഘട്ടത്തിലാണ് കുഞ്ഞുമോൻ ജനിക്കുന്നത്. ബഹുമാനപ്പെട്ട മഹാനായ ഖാജ അൽ ഹസൻ സഞ്ചരി ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി, അല്ലാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. നിങ്ങളെ ചിന്തിക്കണം, പാപ്പയിൽ നിന്ന് വിജ്ഞാനം പഠിച്ചു. പാപ്പ തന്നെ വലിയ ആലിമമായിരുന്നു, വലിയ കച്ചവടക്കാരനായിരുന്നു, വലിയ ആലിമായിരുന്നു. ഉമ്മ വലിയ ഫഖീഹത്തായിരുന്നു, വലിയ സൂഫിയത്തായിരുന്നു, സാലിഹത്തായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നറിയോ? 14 വയസ്സായപ്പോഴത്തിന് ബാപ്പ മരിച്ച്, ഉമ്മയും മരിച്ച്. ബാപ്പയും മരിച്ച്, ഉമ്മയും മരിച്ച് ഖാജയുടെ റളിയല്ലാഹു അൻഹു. പിന്നെ 8 ഗുണം 10 ഗുണം എന്നാണ്. നമ്മളെ മക്കൾ നമ്മൾ ഇരിക്കും കാലം തന്നെ നന്നാക്കാൻ നമ്മൾ ബുദ്ധിമുട്ടും. ഇതങ്ങനെയല്ല, ഇത് ബാപ്പല്ല, ഉമ്മല്ല. 14-ാമത്തെ വയസ്സ് ബാപ്പാക്ക് അത്യാവശ്യം മുതലുണ്ട്, കുറച്ച് സമ്പത്തുണ്ട്, തോട്ടുണ്ട്, മുന്തിരിത്തോട്ടുണ്ട്, സമ്പത്തുണ്ട്, പൈസയുണ്ട്. ബാപ്പ മരിച്ചപ്പോൾ അനന്തരമായി കിട്ടിയ സമ്പത്ത് എന്ത് ചെയ്ത്? പൈസ നാട്ടിലെ ഫഖീറന്മാർക്ക് ദാനം ചെയ്തു ഖാജ. എത്ര വയസ്സ്? 14. പിന്നെ ഒരു മുന്തിരിത്തോപ്പ് ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തോപ്പിന് അവിടെ എങ്ങനെ പണിയെടുത്ത് കൂടും, അല്ലാഹു ഇബാദത്തെടുക്കും ചെയ്യും. വയസ്സ് 14. ഒരു ദിവസം ആ തോട്ടത്തിലേക്ക് ഒരു സൂഫിയായ മനുഷ്യൻ കയറി വന്ന്, നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? മനസ്സിലാവണില്ലേ? സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് على ياسين حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله. പറഞ്ഞ വിഷയം മറക്കരുത്. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ശരീരമാകുന്ന പ്രകാശത്തിൽ നിന്ന് ശാരീരിക പ്രകാശം ഖിയാമത്ത് നാൾ വരെ ഭൂമിയിൽ നിലനിൽക്കും. ആദർശ പ്രകാശവും ഉണ്ട്. പക്ഷെ ആദർശ പ്രകാശം സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്വഹാബത്തിലാണ്. പിന്നെ അവരിൽ ഔലിയാക്കന്മാരെ അല്ലാഹു തആല ഏൽപ്പിക്കപ്പെട്ട ഔലിയാക്കന്മാരുണ്ടാവും, അവർക്ക് ആദർശ പ്രകാശം കിട്ടും.
അഹ്ലുൽ ബൈത്തിന്റെ പ്രകാശമുണ്ടല്ലോ, അത് ചില്ലറ പ്രകാശമല്ല. ആ പ്രകാശം നൂറ്റാണ്ടുകളിൽ, ഏത് നൂറ്റാണ്ടിൽ ആൺകുട്ടികളുണ്ടാവും, ഈ നൂറ്റാണ്ടിലുണ്ട്, ഇന്നുമുണ്ട്. ഈ ലോകത്തുള്ള ആൺകുട്ടികളെ എനിക്കറിയാം. ഇന്നും ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി, ആയിരക്കണക്കായ ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ വെളിച്ചം സ്വീകരിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരക്കുട്ടികളെ എനിക്കറിയാം, ലോകത്തുണ്ട്. ഒരു ദിവസം ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഒരു ദിവസം തോട്ടത്തിലേക്ക് കയറി വന്നു ബഹുമാനപ്പെട്ട ഒരു സൂഫി ഇബ്രാഹിമുൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു. ആ തോട്ടത്തിൽ കയറി വന്നപ്പോൾ തന്റെ തോട്ടത്തിൽ നിന്ന് കാരക്ക കൊടുത്തിട്ട് സൽക്കരിച്ചു. ബഹുമാനപ്പെട്ടവർ തന്റെ തോട്ടത്തിൽ വന്നു നല്ല കാരക്ക കൊടുത്ത് സൽക്കരിച്ച്. ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്ത്, തന്റെ ഭാണ്ഡക്കെട്ട് തുറന്ന് അതിലൊരു ഉണങ്ങിയ റൊട്ടി ഉണ്ടായിരുന്നു. ആ ഉണങ്ങിയ റൊട്ടിയിൽ നിന്ന് അല്പം ചവച്ച് നേരെ ചവച്ചെടുത്ത ആ റൊട്ടി കഷ്ണം നേരെ ബഹുമാനപ്പെട്ട ഖാജ എന്ന ഹസനുസഞ്ചരിയായ ഖാജ, കുഞ്ഞുമോനായ ഖാജ, അന്ന് ഖാജക്ക് 16 വയസ്സാണ്, ഖാജയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു ഇബ്രാഹിമുൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു. അതോടുകൂടെ അവസ്ഥ അങ്ങോട്ട് മാറി. ആ ഉമിനീരിന്റെ പ്രകാശം, അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ ഉമിനീരിന്റെ പ്രകാശമുണ്ടല്ലോ, ആ ഉമിനീരിന്റെ പ്രകാശം നേരെ ആ വായിൽ ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, അഹ്വാല് മാറിപ്പോയി, അവസ്ഥ മാറിപ്പോയി, അവസ്ഥ അങ്ങോട്ട് മാറി. പിന്നെ ദുനിയാവിനെ തെറുക്ക് ചെയ്യണമെന്ന് തോന്നി. തന്റെ കയ്യിലുള്ള വിശാലമായ തോട്ടം സാധുക്കളായ ആളുകൾക്ക് ദാനം ചെയ്ത്, പിന്നെ ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിന്റെ വിജ്ഞാനം പഠിക്കാനും അള്ളാഹുവിന്റെ മഅരിഫത്തും തേടിപ്പോയി ബഹുമാനപ്പെട്ട ഖാജ. എത്തിപ്പെട്ടത് ആ കാലഘട്ടത്തിന്റെ വലിയായിരുന്ന ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു അടുത്താണ്. ആ കാലഘട്ടത്തിലെ വലിയ ശൈഖായിരുന്നു ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ മുരീദായി ചെറിയ കുട്ടി. ഈ കുട്ടിയെ കിട്ടിയപ്പോൾ എന്ത് ചെയ്ത്, ഉസ്മാനുൽ ഹാറൂനിയെ അടവ് മാറ്റി. അതുവരെ വലിയ കറാമത്തുകളൊക്കെ പ്രദർശിപ്പിക്കുന്ന ആളായിരുന്നു ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. ഈ കുട്ടി തന്റെ മുരീദായി, തന്റെ കൺകാഹിൽ, തന്റെ ശിഷ്യനായി വന്നതോടുകൂടി കറാമത്തുകളൊക്കെ നിർത്തി. ബഹുമാനപ്പെട്ട അത്ഭുത സിദ്ധികൾ കാണിക്കുന്ന പണി നിർത്തി ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. കറാമത്ത് നിർത്തിയപ്പോൾ ഔലിയാക്കന്മാരെ ജനങ്ങൾ സാധാരണ ഞങ്ങൾ വിട്ടു. ജനങ്ങൾക്ക് വേണ്ടത് കറാമത്താണ്. കറാമത്ത് നിർത്തിയാൽ പിന്നെ ഔലിയാക്കന്മാരെ കൂടെ വല്ലാതെ ആളുണ്ടാവില്ല. പിന്നെ ഒരു തലവേദനക്ക് പോലും വെള്ളം മന്ത്രിച്ചു കൊടുത്താൽ ശീഫയാകാത്ത കോലത്തിലേക്ക് ഉസ്മാനുൽ ഹാറൂനി കോലം മാറി. അതുവരെ ഷാമിൽ നിന്നും യമനിൽ നിന്നും വന്ന റഹലുകൾ, ഒട്ടകക്കൂട്ടങ്ങളെല്ലാം ഉസ്മാനുൽ ഹാറൂനിയുടെ വീട്ടുപടിക്കൽ തമ്പടിക്കൽ പതിവുണ്ടായിരുന്നു. പിന്നെ ഒരു മന്ത്രി ചൂടിയ തലവേദന പോലും മാറാത്ത അവസ്ഥയിലായി ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. അപ്പോൾ വന്നിരുന്ന പതിവുകാരൊക്കെ എന്ത് ചെയ്തു, കത് കാന വലാക്കിൻ റുഫിഅ എന്ന് പറഞ്ഞു അവിടെ നിന്ന് പിരിഞ്ഞുപോയി. കത് കാന വലിയ ഔലിയപ്പാപ്പയായിരുന്നു, വലാക്കിൻ ഖദ് റുഫിഅ ഇപ്പോൾ വിലായത്ത് ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങനെ പോയി. ഇത് പോകൽ തന്നെയായിരുന്നു മൂപ്പരുടെ ആവശ്യവും. മൂപ്പര് വലിയ എല്ലാത്തതും കൊണ്ടല്ല, കിട്ടേണ്ട ആളെ കിട്ടിയാൽ പിന്നെ ബാക്കിയുള്ളവർ ഒഴിവാക്കലാണ് നല്ലത്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവേണ്ട, ചിന്തിക്കണം. റാമത്തൊക്കെ നിർത്തി. ഈ എല്ലാവരും പിരിഞ്ഞുപോയി. ഈ കുട്ടി പോയില്ല. 16 വയസ്സായ കുഞ്ഞുമോൻ പോയില്ല. അപ്പൊ ചോദിച്ചു, മോനെ എല്ലാവരും എന്റെ കയ്യിൽ കറാമത്തൊന്നുമില്ല, ഞാൻ ഔലിയപ്പാപ്പയല്ല, ഞാൻ പണ്ട് വലിയായിരുന്നു, ഇപ്പൊ ഇലായത്തൊക്കെ ഉയർത്തപ്പെട്ടു, കറാമത്തൊക്കെ ഉയർത്തപ്പെട്ടു, ഇപ്പൊ ഞാൻ അത്ര നല്ല വലിയ ആളൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരൊക്കെ പിരിഞ്ഞു പോയിട്ട് നീ എന്താ പോകാത്തത്? അപ്പോൾ ചോദിച്ചു, ഞാൻ കറാമത്ത് തേടി വന്നതല്ല, ഞാൻ അങ്ങേ കൊണ്ട് എന്റെ ഹൃദയം നന്നാക്കാൻ വേണ്ടി വന്നതാണ്, എന്നാ പോരെന്ന് പറഞ്ഞു. പിന്നെ കൂടെ കൂട്ടി. പിന്നെ 20 കൊല്ലം കൂടെ കൊണ്ട് നടന്ന് 20 കൊല്ലം 36 വയസ്സ് വരെ ഒരു ഉസ്താദ്, ഒരു ശിഷ്യൻ. എന്താ പണി? പിന്നെ നടക്കുക. പകൽ മുഴുവനും നോമ്പ് നോൽപ്പിക്കും, രാത്രി മുഴുവൻ നിസ്കരിപ്പിക്കും, ഭാണ്ഡക്കെട്ട് ചുമപ്പിക്കും, നാട്ടുകാർക്ക് കൂലി വാങ്ങാതെ തൊഴിൽ ചെയ്യിപ്പിച്ചു കൊടുക്കും. തോട്ടത്ത് പോയി പണിയെടുത്ത് കൊടുക്കുന്ന അറിയും. ഉസ്താദ് പണിയെടുക്കും, ആ തോട്ടത്ത് പോയി പണിയെടുക്കും. ആ പണി കഴിഞ്ഞാൽ പണിയോട് പോയി കൂലി ഉണ്ടാകുന്നു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പുഴക്കരയിൽ അലക്കുകാരായ അലക്കുകാരെ കണ്ടാൽ ഉസ്താദ് അവിടെ ഇരിക്കും.
അലക്കാൻ കൂടി കൊടുക്കുന്നറിയും. വലിയ ആലിമാണ്, ചെറിയ ആലിമല്ല. കുട്ടിക്കാലത്ത് തന്നെ ഖുർആൻ മനപ്പാടമുള്ള ആലിമാണ്. ദിവസം പകൽ ഒരു ഖത്തമും രാത്രി ഒരു ഖത്തം ഓടുന്ന കുട്ടിയാണ്. കുട്ടിക്കാലത്ത് തന്നെ വലിയ ആലിമാണ്, സൂഫിയാണ്, സ്വാലിഹാണ്. പക്ഷേ ഡോബികൾ ശ്രദ്ധിക്കണേ, ഡോബികൾ പുഴയിൽ അലക്കണത് കണ്ടാൽ ഉസ്താദ് അവിടെ ഇരിക്കും, പോയി അലക്കി കൊടുക്കാതെ അലക്കും. പൈസ ഒന്നും വാങ്ങാൻ പാടില്ല, എല്ലാം ഉണക്കി കൊടുത്ത് നേരെ മടക്കി ക്ലിയർ ആക്കി ഡോബികൾക്ക് ചെയ്തു കൊടുത്താൽ നേരെ മടങ്ങി പോരണം. ₹1 വാങ്ങാൻ പാടില്ല. അങ്ങനെയാണ് പഠിപ്പിച്ച്, സമുദായത്തിന് സേവനം ചെയ്ത് പഠിപ്പിച്ച്. ബാണ്ടക്കെട്ട് ചുമല്ലേറ്റ് നടക്കണം പഠിപ്പിച്ച്. ചിലപ്പോൾ ബാണ്ടത്തിന്റെ ഭാരം കമ്മിയായോ എന്ന് ഉസ്താദിന് തോന്നിയാൽ ഉസ്താദ് ഒന്നിങ്ങനെ തലേന്ന് ഇങ്ങനെ പിടിച്ചു നോക്കും, ഭാരത്തിന് കമ്മിയുണ്ടോന്ന്. പിന്നെ ബാണ്ടം വഹിച്ചിട്ട് 2 കല്ലെടുത്തിട്ട് കെട്ടും, പിന്നെ തല്ല ചുടും, ജയിച്ച് നടക്കണം. പിന്നെ നടക്കുക. ഉസ്താദ് ഇടയ്ക്ക് കിടന്നുറങ്ങും. അപ്പോൾ ഉസ്താദിന് ഭക്ഷണം ഉണ്ടാക്കുന്ന പണി ഏൽപ്പിക്കും. ഉസ്താദ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും നടക്കും. അപ്പോൾ വീണ്ടും നടക്കണം. കുട്ടിക്ക് നേരത്തെ ഉറക്കല്ല, പറ, പിന്നെ ഉറക്കല്ല, പണിയോട് പണി. 20 കൊല്ലം പഠിപ്പിച്ച് 20 കൊല്ലം ശിക്ഷണം ചെയ്ത് 20 കൊല്ലം പൂർത്തിയായപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂളിലേക്ക് കുഞ്ഞുമോനെ കൊണ്ട് ചെറുപ്പക്കാരൻ എന്ന 36 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ഖാജ. ഹബീബിന്റെ റൗള ഷരീഫയിലേക്ക്, ഹുജ്റത്തു ഷരീഫയിലേക്ക് പോയി ഉസ്താദ് ശിഷ്യനെയും കൂട്ടിച്ചെന്ന് അസ്സലാമു അലൈക്കും എന്ന ഹബീബായ റസൂലുള്ളാഹിക്ക് സലാം പറയാൻ പറഞ്ഞേ. സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ. തങ്ങൾക്ക് സലാം പറയാൻ പറഞ്ഞു. ആര്? ഉസ്താദ് ശിഷ്യനോട് പറഞ്ഞു സലാം പറയാൻ റസൂലുള്ളാഹിക്ക്. മുത്ത് മനസ്സിലാവണില്ലേ പറഞ്ഞത്? അപ്പോഴത്തിന് ഹബീബ് വഫാത്തായിട്ട് 600 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. 600ഓളം കൊല്ലമായിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. 20 കൊല്ലമായി പൂർത്തിയായി പഠനം കഴിഞ്ഞ് ശിക്ഷണം കഴിഞ്ഞ് 20 കൊല്ലമായി ശിക്ഷണയും കൊണ്ടുപോയി ഹബീബായ മുസ്തഫ റസൂലുള്ളാഹിയുടെ റൗളയുടെ പുറത്ത് നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സലാം പറയാൻ പറഞ്ഞേ. സലാമാണ് പറഞ്ഞ്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് റൗളയിൽ നിന്ന് തിരിച്ച് വഅലൈക്കസ്സലാം യാ ഖുത്ബൽ ആലം, ലോകത്തിന് ഖുത്ബായി അല്ലാഹു നിശ്ചയിച്ചവനെ, നിനക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടായിരിക്കട്ടെ എന്ന് 600 കൊല്ലം ശേഷം ഉറക്കെ റൗളയിൽ നിന്ന് സലാം മടക്കി. ആര്? ആര്? പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഉസ്താദ് പറഞ്ഞ് ഇനി പണി പൂർത്തി, ഇനി പണി പൂർത്തി, ഞാൻ എടുത്ത പണി പൂർത്തി, ഇനി നിനക്ക് എന്റെ പണി, എനിക്ക് എന്റെ സമയം കഴിഞ്ഞു, എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് അല്ലാഹുവിലേക്ക് മടങ്ങി പോകാനുള്ള നേരമായി. ഇനി ജനങ്ങളെ നേരായ വഴിക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. പിന്നെ ഉസ്താദും ശിഷ്യനും തമ്മിൽ വിട്ടുപിരിഞ്ഞ്. ബഹുമാനപ്പെട്ട മഹാനായ ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു അൻഹു മുത്ത് മുഹമ്മദ് ചിന്തിക്കണം. 20 കൊല്ലം കഠിനാധ്വാനം ചെയ്ത് അൽ ഹസൻ സങ്കരി ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു പരസ്യമായി അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് റസൂൽ സലാം അടക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തി കൊടുത്ത് ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തന്റെ കയ്യിലുള്ള തന്റെ ശൈഖമാർ പുതപ്പിച്ച പുതപ്പ് പുതപ്പിച്ചു കൊടുത്ത് സ്ഥാനവസ്ത്രം കൊടുത്ത്. അതിന്റെ ഒരു ബാക്കിയാണ് ഇന്ന് പട്ടിക്കാടും മറ്റുമൊക്കെ നമ്മൾ കൊടുക്കുന്ന സ്ഥാനവസ്ത്രങ്ങൾ. മനസ്സിലായില്ലേ? ഒരു പൂർത്തിയായാൽ ഉസ്താദുമാർ സ്ഥാനവസ്ത്രം കൊടുക്കും. അതിന്റെ ബാക്കിയാണ് ഇന്ന് കൊടുക്കുന്ന സ്ഥാനവസ്ത്രങ്ങൾ. ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക്. എന്നിട്ട് എന്ത് ചെയ്ത്? ജീവിത വഴിയും കാണിച്ചു കൊടുത്ത്, ജീവിത വഴി കാണിച്ചു കൊടുത്ത്. ചിന്തിക്ക്. തന്റെ കയ്യിലുള്ള പുതപ്പ് പുതപ്പിച്ച് എന്നിട്ട് നോക്കി ആകാശത്തേക്ക് നോക്കി പറഞ്ഞു. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾക്ക് മുകളും താഴെയുമുള്ള എല്ലാ ഹിജാബുകളും അല്ലാഹു നീക്കി കൊടുക്കും. എന്തുകൊണ്ട്? ലൗലാ അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം ലനളറു ഇലാ മലകൂതിസ് സമാ. 20 കൊല്ലം നാട്ടുകാരെ ഡോബിപ്പടി എടുപ്പിച്ചത് എന്തിന്? 20 കൊല്ലം നാട്ടുകാരെ തോട്ടത്തിൽ കളപ്പിച്ചത് എന്തിന്? 20 കൊല്ലം പകലന്തിയോളം നോമ്പ് നോപ്പിച്ചത് എന്തിന്? ഭൗതികമായ താല്പര്യങ്ങൾ കൽബിൽ നിന്ന് കഴുകിക്കളയാൻ വേണ്ടി. കൽബങ്ങട് ശുദ്ധിയായി. കൽബ് ശുദ്ധിയായാൽ ഭൂമിയിലുള്ള മനുഷ്യൻ ആകാശത്തേക്ക് നോക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ.
18 ലോകങ്ങളും 18,000 ലോകങ്ങളും തുറന്നു കിട്ടി. മുകളിൽ ഹിജാബ് ഇല്ലാതെയായി, താഴെ ഹിജാബ് ഇല്ലാതെയായി. ആ കിടക്കുന്ന കല്ല്, ആ കാണുന്ന കല്ല് ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞ് കല്ലെടുത്ത്, ആ കല്ലെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് സയ്യിദുനാ ഉസ്മാനുൽ ഹാറൂനി കല്ലെടുത്തുകൊണ്ട് ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ മജ്‌ലിസിലേക്ക് ഖാജ കയറി വന്നപ്പോൾ കൈ തുറക്കെന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ്, കല്ലിതാ ബഹുമാനപ്പെട്ട ഖാജയുടെ കയ്യിൽ വെച്ചപ്പോൾ സ്വർണമായി മാറി. അപ്പോൾ എല്ലാം നിറഞ്ഞ് ദിവസം ആയിരക്കണക്കായ ആളുകൾക്ക് വിരുന്നൂട്ടിയിട്ടുണ്ട് ഈ ഫഖീർ. അതുകൊണ്ട് കിട്ടിയ പേരാണ് ഖാജ ഗരീബ് നവാസ്. മനസ്സിലായില്ല? പാവപ്പെട്ടവരെ വിരുന്നൂട്ടിയ ആളാണ് ആര്? ഖാജ. എവിടുന്ന പൈസ? ആരാ കൊടുത്തത്? ഇങ്ങനെ തന്നെ തൊട്ടതെല്ലാം പൊന്നാവും. ആ രൂപത്തിൽ വളർത്തിയിട്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ അപ്പോഴത്തിന് ഖാജക്ക് 36 വയസ്സായി. ഖാജയെ ലോകത്തിന് സമർപ്പിച്ച ഉസ്മാനുൽ ഹാറൂനി പിരിഞ്ഞുപോയി. എല്ലാവരും മനസ്സറിഞ്ഞ് അവരെ സഹായിക്കണം. അല്ലാഹു തആല ഇത് വിജയിപ്പിക്കട്ടെ. അല്ലാഹു തആല ഇത് വിജയിപ്പിക്കട്ടെ. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൻ നിഖ്മാ വമിൻ ഹമ്മിൻ ومن أمة بأهل البدر يا الله. صلاة الله سلام الله ها رسول الله. سلام الله على ياسين حبيب الله. الله تعالى ഈ മജ്‌ലിസിന്റെ ബറക്കത്തോടെ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാ നിലയിലും അല്ലാഹു തആല രക്ഷപ്പെടുത്തി തരട്ടെ. ചിന്തിക്കണം, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. പിന്നെ ലോകം ചുറ്റി അക്കാലത്ത് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ഏകദേശ പ്രദേശങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ചു ബഹുമാനപ്പെട്ട ഖാജ റളിയല്ലാഹു അൻഹു. ആ കാലഘട്ടത്തിലുള്ള ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ച് ആ കാലഘട്ടത്തിലുള്ള ഔലിയാക്കന്മാരെ മസാറുകൾ സിയാറത്ത് ചെയ്ത് പകല് മുഴുവനും നോമ്പ് നോൽക്കും, രാത്രി നമസ്കരിക്കും. ആളുകൾ കൂടി വന്ന് കൂട്ടം കൂടി വന്ന് നൂറുകണക്കിന് ആളുകൾ പിന്നാലെ നടക്കും. ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് പോകും. ആ നാട്ടിൽ 10 പൈസ വാങ്ങാതെ ദീനിദാവ ചെയ്യും. സഞ്ചറിലേക്ക് തിരിച്ചു വന്നു. സഞ്ചറിലെ ആളുകൾക്ക് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ച് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹമിന്റെ ബൽഖയിലേക്ക് പോയി. ബൽഖയിൽ സത്യദീൻ പഠിപ്പിച്ച് മുൽത്താനിലേക്ക് പോയി, ലാഹോറിലേക്ക് പോയി. ആ കാലത്ത് വീണ്ടും പരിശുദ്ധമായ മക്കയിലെ ശ്രദ്ധിക്കണേ വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വന്ന് ആ കാലഘട്ടത്തിലെ ഒരുപാട് മഹാന്മാരുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഒരുപാട് മഹാന്മാരുടെ മസാറുകൾ സിയാറത്ത് ചെയ്ത് ചുറ്റി നടന്ന് ഉസ്താദിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് വീണ്ടും മക്കയിൽ പോയി നിർവഹിച്ച് ഹജ്ജ് നിർവഹിച്ച് 46 ഹജ്ജാണ് ഹാജക്ക്. 46 ഹജ്ജ് ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹാജ. ഉറക്കപ്പറ 46 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മാഷിയ 46 ഹജ്ജും നടന്നു പോയതാ. 46 ഹജ്ജ് നടന്നു പോയി ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹാജ. 46 ഹജ്ജ്. പകൽ ഒരു ദിവസം രണ്ട് ഖത്തോതും ദായിമുൽ വുളു ആണ് ബഹുമാനപ്പെട്ട ഹാജ. എപ്പോഴും പോയിരിക്കും. സദാ വുളുവാണ് ബഹുമാനപ്പെട്ട ഹാജ. ഒന്നില്ലാത്തൊരു നേരം ഉണ്ടാവില്ല. ഖുർആൻ ഓതാത്തൊരു നേരം ഉണ്ടാവില്ല. ജനസേവനം ചെയ്യാത്തൊരു നേരം ഉണ്ടാവില്ല. അതൊക്കെ ആലോചിക്ക്. നമുക്ക് എന്തെങ്കിലും പണിയെടുക്കുമ്പോഴത്തേന് ഒരു ഒത്തും കാര്യം നമ്മൾ നടക്കൂല. ചിന്തിക്ക. അല്ലാഹു ദറജേറ്റി കൊടുക്കട്ടെ. എങ്ങനെ വരാൻ ഉറക്കപ്പറ. അല്ലാഹു ദറജേറ്റി കൊടുക്കട്ടെ. അങ്ങനെയായി കഅബയിലേക്ക് പോയി ഹജ്ജ് നിർവഹിച്ച് പിന്നെ പരിശുദ്ധ റൗളയിലേക്ക് തിരിച്ചു വന്ന് അപ്പോൾ റൗള സിയാറത്ത് ചെയ്തുകൊണ്ട് ദിവസങ്ങൾ റൗളയിൽ കഴിച്ചു കൂട്ടി. ഒരു രാത്രി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളയിൽ നിന്ന് വിളിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു.
ഹബീബാ റസൂലുള്ളാഹി വഫാത്തായിട്ട് ഏകദേശം 600 കൊല്ലങ്ങൾ കഴിഞ്ഞ് മദീന ജീവിതകാലത്ത് രണ്ടാമത് വീണ്ടും മദീനയിൽ പോയതാ. മദീന ജീവിതകാലത്ത് വിളിച്ച് ബഹുമാനപ്പെട്ട മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ എന്നിട്ട് പറഞ്ഞ് ഇദ്ഹബ് ഇലൽ ഹിന്ദി ഫഇന്നഹാ മുലമാ, ഇന്ത്യയിലേക്ക് പോ, ഇന്ത്യ ഇരുളടഞ്ഞു കിടക്കുകയാണ്. ഇന്ത്യയിലേക്ക് പോ, ഇന്ത്യയിൽ ഇരുട്ടാണ്. ആദം നബിയുടെ നാടാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഇരുട്ട് കത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് പോ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഖാജയോട് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അജ്മീർ കാണിച്ചു കൊടുത്ത് മുഹമ്മദ് മുസ്തഫ അവിടെയാണ് ഇനി നീ നിൽക്കേണ്ടത്, അവിടെയാണ് നിന്റെ ഖബർ, അവിടെയാണ് ഇനി പ്രവർത്തിക്കേണ്ടത്. അജ്മീറിൽ പോയി പ്രവർത്തിക്കുക, ഇന്ത്യയിൽ പോയിട്ട് അജ്മീറിൽ പ്രവർത്തിക്കുക. അവിടെയാണ് നിന്റെ കേന്ദ്രം, അവിടെയാണ് നിന്റെ ഖബറും, അവിടെയാണ് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അള്ളാന്റെ ഹബീബിന്റെ സമ്മതപ്രകാരം ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ മഅ്ദൂനാണ്, അള്ളാന്റെ ഹബീബ് സമ്മതം കൊടുത്ത് ഇന്ത്യയിലേക്ക് വന്ന ആളാണ്. ആര് പറ, ആര്? ഖാജ. അതുകൊണ്ട് വേറെ ആളെ പോലെയല്ല. ചിന്തിക്ക്, ലോകത്ത് പ്രബോധനം എത്തിക്കുന്ന ആളാരാ? ഹബീബായ നബി പുണ്യ മുഹമ്മദ് മുസ്തഫ. അവർക്ക് പറയാ വെറുതെ ഇരിക്കില്ല, ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. പുണ്യ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്, ലോകത്തെ പ്രബോധനം എത്തിക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ. പ്രബോധനത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാ? മുത്തു മുഹമ്മദ് മുസ്തഫ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ച് ലോകത്തിന്റെ സുൽത്താൻ ഇന്ത്യയിലെ സുൽത്താനാക്കി നിശ്ചയിച്ചു. ആര്? മഹാനായ ഖാജ. കിട്ടിയ പേരാണ് എന്ത്? സുൽത്താനുൽ ഹിന്ദ്. ഇന്ത്യയുടെ സുൽത്താനാണ് ബഹുമാനപ്പെട്ട ഖാജ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ഇന്ത്യയുടെ സുൽത്താൻ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ത്യയുടെ സുൽത്താനായി നിശ്ചയിച്ചതാണ് ഖാജയെ. ഖാജ 50ഓളം മുരീദന്മാരെയും കൂട്ടി ഇന്ത്യയിലേക്ക് വന്ന് അങ്ങനെ ചുറ്റി ഇന്ത്യയിൽ വന്നു. അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ആൾ പൃഥ്വിരാജ് ചൗഹാനായിരുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. ജ്യോതിഷികൾ, തന്റെ അമ്മ പോലും ജ്യോതിഷിയായിരുന്നു. ഒരു അറബിയായ ഫഖീർ വന്നിട്ട് നിന്റെ അധികാരം നഷ്ടപ്പെടും എന്ന് തന്റെ അമ്മയും മറ്റുള്ള ജ്യോതിഷികളും പറഞ്ഞിരുന്നു പൃഥ്വിരാജ് ചൗഹാനോട്. പൃഥ്വിരാജ് ചൗഹാനാകത്തെ അതിർത്തികൾ അടക്കുകയും ചെയ്തു ഈ ഫഖീർ ഇന്ത്യയിൽ കിടക്കാതിരിക്കാൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആളുകൾക്ക് അവിടെ യാതൊരു പ്രയാസവുമില്ല. നേരെ വന്നിട്ട് അജ്മീറിൽ വന്നു 50ഓളം മുരീദന്മാര്. ചിന്തിക്ക്, വന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം. അജ്മീറിൽ വന്ന് അവിടെ പൃഥ്വിരാജ് ചൗഹാന്റെ ഒട്ടകങ്ങൾ കൂട്ടുന്ന സ്ഥലമുണ്ടായിരുന്നു. അവിടെയാണ് ആദ്യം പാർത്തത്. പൃഥ്വിരാജ് ചൗഹാന്റെ ഒട്ടകങ്ങൾ കിടക്കുന്ന സ്ഥലത്തെ ഖാജയും മുരീദന്മാരും തമ്പടിച്ച്. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാന്റെ ജോലിക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവര് അസഭ്യം പറഞ്ഞ് അവരവിടുന്ന് എണീപ്പിച്ചു വിട്ട്. ഒട്ടകങ്ങൾ കിടക്കാനുള്ള സ്ഥലമാണെന്ന് പറഞ്ഞ്, ഒട്ടകം കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വന്ന് തമ്പടിച്ചാൽ ഒട്ടകം എന്ന് ഒട്ടകത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ആക്ഷേപിച്ച്. ഖാജ ഒന്നും മിണ്ടിയില്ല. ഒട്ടകം കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഖാജയും ശിഷ്യന്മാരും അനാസാഗറിലേക്ക് മാറി. പിറ്റേന്ന് നേരം വെളുത്ത് അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ഒട്ടകങ്ങൾ അവിടെ കിടന്ന്. പിറ്റേ രാവിലെ ഒട്ടകം എണീറ്റില്ല. മണിക്കൂറുകൾ പഠിച്ച പടി 18 നോക്കിയിട്ടും രാജാവിന്റെ ഒട്ടകം എണീക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്ത് ജോലിക്കാരെ ഇടയന്മാര് പോയിട്ട് രാജാവിനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താ കാരണം? ആരെങ്കിലും അവിടെ വന്നിരുന്നു. ഒരു ഫഖീറും കുറച്ച് ആളുകളും വന്നിരുന്നു. അവരെ ഞങ്ങൾ അവിടെ എണീപ്പിച്ചു വിട്ടു. പൃഥ്വിരാജിന് കാര്യം മനസ്സിലായി. ജ്യോതിഷികൾ പറഞ്ഞ ആളിത് തന്നെ. പക്ഷേ തൽക്കാലം ഒട്ടകം എണീറ്റിട്ടില്ലെങ്കിൽ മാനം കെടും. അതുകൊണ്ട് മാപ്പ് പറഞ്ഞാളിന്ന് പറഞ്ഞു. മാപ്പ് പറഞ്ഞ് എന്നാ ഒട്ടകം അള്ളാഹുവിന്റെ മശീഅത്തോടും കൂടെ ഒട്ടകം എണീക്കട്ടെ എന്ന് പറഞ്ഞു. ഒട്ടകം എണീക്കുകയും ചെയ്തു.
പിന്നെ അനാസാഗറിൽ തമ്പടിച്ചു. നിങ്ങൾ അനാസാഗർ കണ്ടിട്ടില്ലേ? പക്ഷെ ആ അനാസാഗറിൽ നിന്ന് വെള്ളമെടുക്കുന്നത് പൃഥ്വിരാജിന്റെ പട്ടാളം തടഞ്ഞ്. എന്നാലും യാതൊരു പ്രയാസവുമില്ലാതെ അവിടെ നിന്ന് ഉളവെടുത്ത് അവിടെ താമസിച്ച് അവിടെ ഭക്ഷണം കഴിച്ച് ഒരു ദിവസം എന്ത് ചെയ്ത് അനാസാഗറിൽ നിന്ന് തുള്ളി വെള്ളം പോലും എടുക്കാൻ ഇനി സൗകര്യപ്പെടുത്താത്ത വിധത്തിൽ അനാസാഗറിന്റെ ചുറ്റും പട്ടാളത്തെ നിർത്തി പൃഥ്വിരാജ് ചൗഹാൻ. അപ്പോൾ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുക്കാൻ വേണ്ടി ഒരു മുരീദിനെ ഖാജ പറഞ്ഞു അയച്ചു. ഒരു പാത്രത്തിൽ അല്പം വെള്ളം, ഒരു പാത്രത്തിൽ ഒരു അല്പം വെള്ളം ഒരു പാത്രത്തിൽ എടുക്കുന്നതോടുകൂടെ സുബ്ഹാനല്ലാഹ് അനാസാഗർ വറ്റിപ്പോയി. അനാസാഗർ മാത്രമല്ല, അജ്മീർ ദേശത്തുള്ള രാജസ്ഥാനിലുള്ള കുളങ്ങൾ മുഴുവനും വറ്റിപ്പോയി. കോഴിക്കോട്ട് കടപ്പുറത്ത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് പ്രസംഗിക്കുന്നത് എന്റെ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഖാജാക്ക് വെള്ളം കൊടുത്തില്ല, ഖാജാക്ക് ഒളു കൊടുക്കാൻ വെള്ളം കൊടുത്തില്ല എന്ന കാരണത്താൽ ഒരു കോപ്പ അനാസാഗറിൽ നിന്ന് വെള്ളം മുക്കി. ഒരു കോപ്പ അനാസാഗറിൽ നിന്ന് വെള്ളം മുക്കിയപ്പോൾ അനാസാഗർ വറ്റി. രാജസ്ഥാനിലെ കുളങ്ങളും എല്ലാം വറ്റി, കിണർ വറ്റി, വെള്ളം വറ്റി, എല്ലാം വറ്റി. എന്തിനധികം മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ, അവര് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മുലപ്പാൽ കുട്ടികൾക്ക് കൊടുക്കുന്ന പെണ്ണുങ്ങളുടെ മുലപ്പാൽ വറ്റി, കുടിക്കാവുന്ന എല്ലാം വറ്റി. അവസാനം എന്ത് ചെയ്ത് ജ്യോതിഷികളും രാജാവിന്റെ ആളുകളും മാപ്പ് പറഞ്ഞ്. അപ്പോൾ ഖാജ വെറുവെടുത്ത ഒരൽപ്പം വെള്ളം ബാക്കിയുണ്ടായിരുന്നു. ആ വെള്ളം അനാസാഗറിലേക്ക് ഒഴിക്കാൻ കൽപ്പിച്ച് അനാസാഗർ വീണ്ടും നിറഞ്ഞു വരികയും ചെയ്തു. ഇതൊന്നും ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. ചിന്തിക്ക, ഇതൊന്നും ലോകത്തൊരാൾക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല. ഇതൊക്കെ ആയിരക്കണക്കായ ചരിത്രകാരന്മാർ ഉദ്ധരിച്ചിട്ടുള്ള സത്യസന്ധമായ വാർത്തയാണ്. ആ കാലഘട്ടത്തിലെ അനവധി ജ്യോത്സ്യന്മാരെ പറഞ്ഞയച്ചു, കൂടോത്രക്കാരെ പറഞ്ഞയച്ച്, തീർപ്പാൽ ചോക്കിയെ പറഞ്ഞയച്ച്. പക്ഷെ അവരെല്ലാവരും വലിയ വലിയ ജ്യോതിഷികളെ, വലിയ വലിയ കൂടോത്രക്കാരെ, അവരെ എല്ലാം ഖാജയുടെ അടുത്ത് ചെന്നാൽ അവരെല്ലാരും പറയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അവരെല്ലാം പരിശുദ്ധ ദീനിന്റെ ആളുകളായി മാറി, ചരിത്രം മാറി. മുഅ്മിനെ ചിന്തിക്കണം, അവസ്ഥ മാറി. നാടങ്ങോട്ട് വികസിച്ച് ബഹുമാനപ്പെട്ട ആയിരക്കണക്കായ ആളുകൾക്ക് കലിമ ചൊല്ലിക്കൊടുത്ത് ഖാജ. ഞാൻ വിശദീകരിക്കുന്നില്ല, അത് വിശദീകരിക്കേണ്ട സന്ദർഭവുമല്ല ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഖാജയുടെ കൈ കൊണ്ട് കലിമ ചൊല്ലിയവര് 90 ലക്ഷമാണ്. 90 ലക്ഷം ആളുകൾക്ക് കലിമ ബഹുമാനപ്പെട്ട. അതുകൊണ്ടാണ് ഇന്ത്യയുടെ സുൽത്താനായത് ഖാജ. 90 ലക്ഷം ആളുകൾക്ക് കലിമ കൊടുത്തു മഹാനായ ഖാജ. ഉറക്കപ്പറ മഹാനായ ഖാജ. 90 ലക്ഷം ആളുകളാണ് മുസ്ലിമായത്. 90 ലക്ഷം. അവർ കലിമ ചെല്ലാൻ കാരണമായി ബഹുമാനപ്പെട്ട ഖാജ. 90 ലക്ഷം ആളുകൾ കലിമ ചെല്ലാൻ കാരണമായി ബഹുമാനപ്പെട്ട ഖാജ. ആയിരക്കണക്കായ ആളുകൾക്ക് വിരുന്നോട്ടും. 50-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത് തന്നെ. 50-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. ഒരു വിവാഹത്തിൽ 3 മക്കളുണ്ട്, ഒരു വിവാഹത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവരെല്ലാം ആരിഫീങ്ങളായി, സുദ്ദീഖീങ്ങളായി, ഔലിയാക്കളായി, ജ്യോതിഷികളായ ആളുകൾ വന്നേ. ജ്യോതിഷികൾ പിന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായി വണങ്ങി. ഇന്ത്യയുടെ ഇരുള് തീർത്തത് ബഹുമാനപ്പെട്ട ഖാജയാണ്. പിൽക്കാലഘട്ടത്തിലെ എല്ലാ രാജാക്കന്മാരും ഖാജയുടെ ആളുകളാകാൻ അധ്വാനിച്ച്. ഏത് രാജാവും, മുഗൾ ചക്രവർത്തിമാരെ ചരിത്രം നമുക്കറിയാമല്ലോ. ഒരു നിലയ്ക്ക് താർത്താരികളുടെ ബാക്കിയല്ലേ മുഗളന്മാര്. ആരെ താർത്താരികൾ? ഇസ്ലാമിന്റെ മധ്യവൈരികൾ. താർത്താരികളെ പിൻഗാമികളല്ലേ മുഗൾ ചക്രവർത്തിമാര്.
ഈ മുഗൾ ചക്രവർത്തിമാരെ സാലിഹാക്കിയതാരാ? മറ്റാരുമല്ല, മഹാനായ ഖാജ. യാതൊരു സംശയവും വേണ്ട. അവരാരാണെങ്കിലും അവരിൽ ഷാജഹാൻ അടക്കം മുരീദാണ്. ആരുടെ? ഖാജ. ഔറംഗസീബ് മുരീദാണ് ഖാജ. നിങ്ങൾ ചിന്തിക്ക്, ഇന്ത്യ ഭരിച്ചിരുന്ന സുൽത്താനായിരുന്നു ഔറംഗസീബ്. ഔറംഗസീബിനെ പോലെ ഫഖീറായ ഒരു സ്വാലിഹ് ഇന്ത്യ ഭരിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ? ഖൽബ് നന്നായി. ചിശ്തിയെ ഖാദിരിയത്തിൽ ത്വരീഖത്ത് വാങ്ങിയ ആളാണ് ബഹുമാനപ്പെട്ട ഔറംഗസീബ് റഹ്മത്തുള്ളാഹ്. ഷാജഹാന്റെ ഒരു മകളുണ്ടായിരുന്നു ജഹനാര. ജഹനാര മരിച്ചപ്പോൾ വസിയത്ത് ചെയ്തു. എന്ത്? എന്നെ മലിക്കത്തെ രാജകുമാരി എന്ന് എന്റെ ഖബറിന്റെ പുകളിൽ എഴുതരുത്. ബിന്തു ഷാജഹാൻ, ജഹനാര ബിന്തു ഷാജഹാൻ, ഷാജഹാൻ ചക്രവർത്തിയുടെ മകളുടെ ഖബറാണ് എന്ന് എഴുതരുത്. എന്റെ ഖബറിന്മേൽ എഴുതേണ്ടത് എന്താ? ഇത് ഖാജയുടെ മുഈനത്തായ ഒരു പെണ്ണിന്റെ ഖബറാണ് എന്ന് എഴുതിക്കൊള്ളൂ എന്ന് ജഹനാര വസിയത്ത് ചെയ്തു വെച്ചു. ആ ജഹനാരയുടെ ജീവചരിത്രം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയാണ്. ചിന്തിക്കണം. എല്ലാരും മാറി, രാജാക്കന്മാര് മാറി. അക്ബർ ചക്രവർത്തി വലിയ ചക്രവർത്തിയായി വലസി കുട്ടികളുണ്ടായിരുന്നില്ല. സലീം ചിശ്തി ഉണ്ടായിരുന്നു. ഔറംഗസീബ് ഫതഹ്പൂർ സിക്രിയിലെ പ്രഗൽഭ വലിയായിരുന്ന മഹാനായ സലീം ചിശ്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്ത് പോയി. സലീം ചിശ്തിയോട് പറഞ്ഞേ, എനിക്ക് കുട്ടികളില്ല. ഔറംഗസീബ് അക്ബർ ചക്രവർത്തി. അപ്പോൾ സലീം ചിശ്തി പറഞ്ഞേ, കുട്ടികളില്ല ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, സുൽത്താന്റെ അടുത്ത് പോയി പറയാൻ. അപ്പോൾ അക്ബർ ചക്രവർത്തി അത്ഭുതപ്പെട്ടു. ഞാനല്ല, ആരപ്പ ഇന്ത്യയിലെ ഒരു ചക്രവർത്തി? സുൽത്താൻ ആരാണ്? രാജാവ് അല്പനേരം അത്ഭുതപ്പെട്ടു നിന്നു. അപ്പോൾ രാജാവിനോട് പറഞ്ഞേ, നീ ചക്രവർത്തിയല്ല, ചക്രവർത്തി ഇന്ത്യയുടെ ചക്രവർത്തി എന്നും സുൽത്താനുൽ ഹിന്ദ് ഖാജ. ആഗ്രയിൽ നിന്ന് അജ്മീറിലേക്ക് കാൽനടയായി സിയാറത്തിന് പോയി. ആര്? അക്ബർ ചക്രവർത്തി. സിയാറത്തും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കുട്ടിയുണ്ടായി, ഭാര്യ ഗർഭിണിയായി. അതിൽ ജനിച്ച കുട്ടിക്ക് സലീം ചിശ്തിന് പേരിട്ടു. അതാണ് ജഹാംഗീർ. ജഹാംഗീറിന്റെ അസല് പേര് സലീം എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ചിന്തിക്കണം. സലീം ആരാ? സലീം ബഹുമാനപ്പെട്ട ഖാജ ചിശ്തിയുടെ ഖലീഫ സലീം ചിശ്തി. ആ ഓർമ്മക്ക് സലീം എന്ന് പേരിട്ടു. മഹാനായ ഖാജയുടെ മഹത്വങ്ങൾ വെളിവാക്കുകയാണ് പിന്നീട് ഔലിയാക്കന്മാർ, ഈ എല്ലാ ഔലിയാക്കളും ചെയ്തത്. അത് ബഖ്തിയാർ കാക്കിയാണെങ്കിലും, അത് ബാബാ ഫരീദ് കഞ്ഞിശക്കറാണെങ്കിലും, അത് ബഹുമാനപ്പെട്ട ഹസ്രത്ത് നിസാമുദ്ദീൻ, ഡൽഹിയിൽ കിടക്കുന്ന മഹാനായ ഹസ്രത്ത് നിസാമുദ്ദീൻ. അല്ലാഹു ഉറക്കപ്പറ, വെറുതെ ഇരിക്കല്ല. ഹസ്രത്ത് നിസാമുദ്ദീൻ അവരടക്കം എല്ലാം ബഹുമാനപ്പെട്ട ഖാജയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാം ആസിന് വിളിച്ച ഖാജയാണ്. ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് പല വിധമാണ്. ചിലർ ഇൽമിന്മേൽ സ്വലാവും, ചിലർ ഇസ്കിൽമേൽ സ്വലാവും. ഇൽമിന്റെ ആളായിരുന്നു ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി. ഇൽമ പഠിപ്പിക്കുക, ഇൽമിന്റെ കിതാബ് ഉണ്ടാക്കുക, ഇൽമ പഠിപ്പിക്കുക. ഖാജയോ ഖാജ ആശിഖാണ്, പാട്ട് പാടും, പാട്ട് പാടിപ്പിക്കും. ആ പാട്ടാണ് ഇന്നും അജ്മീറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാട്ട്, സദാസമയം പാട്ട്. അല്ലാഹുവിനെ പറ്റി പാട്ട് പാടുക, പാട്ട് പാടിക്കുക. ഒരിക്കൽ മഹാനായ ഖാജ ബഗ്ദാദിൽ പോയി. ഗൗസുൽ ആദം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗൗസുൽ ആദമിന്റെ പെങ്ങളെ മകനാണല്ലോ ഖാജ. അപ്പോൾ ഖാജക്ക് വിരുന്ന് കൊടുക്കാൻ ഗൗസുൽ ആദം തീരുമാനിച്ചു റളിയല്ലാഹു അൻഹുമാ. എന്താ വിരുന്ന്? ബഗ്ദാദ് പട്ടണത്തിലെ ആ കാലഘട്ടത്തിലെ എല്ലാ പാട്ടുകാരെയും വിളിച്ചു വരുത്തി പാട്ടുകാരെ കൊണ്ട് പാട്ട് പാടിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ വിചാരിക്കുന്ന ഗാനമേളയൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനോഹരമായ അറബി കവിതകൾ ചൊല്ലിക്കുക, പാട്ട് പാടിക്കുക. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ ഹബീബിനെയുമുള്ള അതിമനോഹരമായ പാട്ട് വന്നപ്പോൾ ആ പാട്ടിൽ ലയിച്ചു പോയി ഖാജ. ദർസ് നടത്തുകയായിരുന്ന ഗൗസുൽ ആദം എന്ത് ചെയ്ത്? തന്റെ
കയ്യിലൊരു ഇരുമ്പിന്റെ കുണ്ടമുണ്ടായിരുന്നു, അത് കുത്തിപ്പിടിച്ച്. ആളുകൾക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് ആളുകൾ ചോദിച്ച് ബഹുമാനപ്പെട്ട ഔദുൽ അഅ്ലമിനോട് എന്തിനാണ് ഒരു കുന്തമെടുത്ത് കുത്തിപ്പിടിച്ചത്? അപ്പോൾ പറഞ്ഞ് ഖാജ നിലവിട്ട് പോയി, അള്ളാഹുവിനെയും അള്ളാന്റെ ഹബീബിന്റെയും പ്രേമത്തിൽ ലയിച്ചു പോയി, നാട് അട്ടിമറിയുമെന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അത്രയും വലിയ ആശിക്കായിരുന്നു ബഹുമാനപ്പെട്ട ഖാജ. ഉറക്കപ്പറ ഖാജ റളിയല്ലാഹു അതെന്നെ അവരേഷ്ക്ക് ലയിച്ചു. ചിന്തിക്കണം. 96-ാമത്തെ വയസ്സിൽ വഫാത്തായി. വഫാത്തായപ്പോൾ മുരീദന്മാരും ശിഷ്യന്മാരും മുഴുവനും നെറ്റിത്തടത്തിൽ കണ്ടു. എന്താ നെറ്റിത്തടത്തിൽ? അല്ലാഹുവിന്റെ എഴുത്ത്. വഫാത്തായി ഹിജ്റ 626 റജബ് 6-ന് സുബ്ഹിയോട് അടുക്കുന്ന നേരത്ത് ഖാജ വഫാത്തായി. വഫാത്തായി കിടക്കുന്ന ഖാജയുടെ നെറ്റിത്തടത്തിൽ ഇലാഹിയായ എഴുത്ത്. هذا محب الله الذي مات في حب الله هذا محبوب الله الذي مات في حب الله. ഇത് അല്ലാഹുവിന്റെ മെഹബൂബാണ്, അത് അല്ലാഹുവിന്റെ മെഹബൂബാണ്. അല്ലാഹു ഇങ്ങോട്ട് സ്നേഹിക്കുന്ന അല്ലാഹുവിന്റെ മെഹബൂബാണ്. هذا محبوب الله الذي مات في حب الله. നെറ്റിത്തടത്തിലെഴുത്ത്. അല്ലാഹു അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ.